ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മീഖ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ച് ആ ചിന്തയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചെറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നെ ദൈവം ചോദിച്ച ഒരു ചോദ്യം, ആത്മീയ ജീവിതത്തിൽ ബോറടിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് പരിചയിച്ച് ഒരു റൊട്ടീനായി എൻ്റെ ജീവിതമായി തീരുന്നുണ്ടോ? ആത്മീയ ജീവിതം അല്ലെങ്കിൽ പല ശുശ്രൂഷകൾ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു, കഴിയുന്നു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് അതിൽ തൃപ്തരായി മുന്നോട്ട് പോകുന്നവരായി ഞാൻ മാറുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുവാനായിട്ടിടയായി. പല സഭാവിഭാഗങ്ങളിലും ഉള്ളതുപോലെ ഓരോ ദിവസവും അസൈൻ ചെയ്ത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ സഭയിൽ അല്ലെങ്കിൽ സഭാവിശ്വാസികളുടെ കൂടെ സമയം ചെലവഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അതോ കർത്താവിലേക്ക് കൂടുതലായി ഓരോ ദിവസവും അടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുവാനായിട്ട് ഇടയായി. നമ്മുടെ ദൈവം ഒരു കൺഫ്യൂഷന്റെ ഒരു ദൈവമല്ല, ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മളെ പിടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവമല്ല. അവൻ വളരെ, ഞാൻ ഇന്നിവിടെ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ഓർക്കുമായിരുന്നു, എന്ത് പാവമാണ് നമ്മുടെ ദൈവം, എന്ത് സോഫ്റ്റായിട്ടാണ് നമ്മളോട് ദൈവം ഇടപെടുന്നേ. എത്ര പ്രാവശ്യം നമ്മുടെ ഒരാഴ്ചയിൽ ദൈവത്തിൽ എത്രത്തോളം ആശ്രയിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ കുറവുകൾ അനേകം ഉണ്ടായിട്ടും നമ്മളിന്ന് ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധി വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം വളരെ ആകാംക്ഷയോടെ ഇന്നും നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ നമ്മുടെ സന്നിധിയിൽ വന്നു എന്നുള്ളത് എന്ത് വലിയ കാര്യമാണ്. എത്ര ദീർഘക്ഷമയുള്ളവനാ നമ്മുടെ ദൈവം എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ ദൈവം പല കാര്യങ്ങൾ ചെയ്തെന്തെങ്കിലും നിന്റെ ആത്മീയ ജീവിതം പോഷിപ്പിക്കണം, അല്ലെങ്കിൽ വലിയ നിലയിലോട്ട് ആത്മീയമായ ഉയർന്ന നിലയിൽ നീ എത്തണം എന്ന ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ നീ ചെയ്തു തരണം, എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരണം എന്ന് പറയുന്ന ഒരു ദൈവമല്ല കർത്താവായ യേശു ക്രിസ്തു. അവൻ ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ടും കൃത്യമായിട്ടും വേദപുസ്തകത്തിൽ പറഞ്ഞു തന്നിരിക്കുക. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. അതിനൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നീ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി ദൈവം തന്നിരിക്കുക. മീഖയുടെ പ്രവചനം അല്ലെങ്കിൽ മീഖയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹം. മീഖ ചാപ്റ്റർ 6 വേഴ്സ് 8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം നമ്മോട് ചോദിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഏതെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ചോദിക്കുന്ന വളരെ ലളിതമായ, വളരെ എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ദൈവം ഇവിടെ. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. അതിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങളൊക്കെ, അതിന്റെ 7-ാമത്തെ വാക്യം, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഇങ്ങനെ അനേക ബുദ്ധിമുട്ടുള്ള അനേക കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാ, ദൈവം എന്താണ് ചോദിക്കുന്നത്? മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുക. നീ ഈ താഴ്മയോടെ ദൈവസന്നിധിയിൽ നടക്ക, മറ്റല്ലാതെ എന്താണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ യഹൂദ അവരുടെ രാജ്യത്ത് അനേക റിച്വലിസ്റ്റിക് ആയിട്ട് അനേക കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ പണം ഉപയോഗിച്ചും സ്വാധീനം ഉപയോഗിച്ചും അനേക കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഭൗതികമായി നല്ല നിലവാരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജനതയോട് ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം.
അവിടെ ദൈവം പറയാ, ഇതല്ലാതെ ഞാൻ എന്താണ് നിന്നോട് ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുവാനായിട്ട് ദൈവാത്മാവ് എനിക്ക് തന്ന ചിന്ത ഒരു ഭാഗം മാത്രമാ, ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരുപാട് മെസ്സേജസ്, പ്രസംഗങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് ചിന്തിച്ച വിഷയമായിരിക്കാം. എന്നാൽ ദൈവം പറയാ, ഇതല്ലാതെ വേറെ ഒന്നും നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല. നീ ഒരുപാട് പണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണമെന്നോ ഇന്ന പോലെ മിഷണറി വർക്കോ, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നിന്നോട് ചോദിക്കുന്ന വളരെ ബേസിക് കാര്യം എന്ന് പറയുന്നത് നീ എൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അനേക മതസമൂഹങ്ങളിൽ അനേക കാര്യങ്ങൾ, അവർ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, പണച്ചെലവുള്ള കാര്യങ്ങളൊക്കെ ദൈവം ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതായിട്ട് ഓരോ വിഭാഗക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ദൈവം ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കുക എന്നത് മാത്രം ദൈവം ചോദിക്കുക. അതില്ലാതെ ദ ബേസിക്സ് ഓഫ് സ്പിരിച്വാലിറ്റി, എനിക്ക് തോന്നുന്നു ആത്മീയത എന്നുള്ള ബൈബിൾ ക്ലാസ് തന്നെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുക, അതിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് താഴ്മയിൽ ദൈവസന്നിധിയിൽ നടക്കുക എന്നുള്ളതാ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ മേലെ സ്റ്റാക്ക് ചെയ്ത് വെച്ചാലും, അതിൻ്റെ മേലെ വെച്ചെന്ന് പറഞ്ഞാലും, അതിൽ മേലെ നിൽക്കുവാനായിട്ട് ഈ അടിസ്ഥാനമില്ലാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ താഴ്മ എന്നുള്ള വിഷയം പലപ്പോഴും, താഴ്മ എന്നുള്ളത് നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ പല വേഷങ്ങളിൽ അല്ലെങ്കിൽ പല പോസ്റ്റേഴ്സിലാണ് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. വെള്ള വസ്ത്രം ഇട്ടാൽ താഴ്മയുള്ളതാണോ? അല്ലെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ഒച്ച കുറച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതാണോ താഴ്മ എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഏത് തെറ്റ് കണ്ടാലും സാരമില്ല എന്ന് പറഞ്ഞ് അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നതാണോ സൗമ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നത്? എന്താ താഴ്മയെന്നുള്ള, പലപ്പോഴും ഈ ലോകത്തിലുള്ള വാല്യൂ സിസ്റ്റത്തിൽ താഴ്മയെന്നുള്ളതിനെ തന്നെ കീഴ്മേൽ മറിച്ചിരിക്കുക. ആ താഴ്മയെന്നുള്ള സ്വഭാവത്തെ പലപ്പോഴും ഒരു ദൗർബല്യമായിട്ട്, അവനൊന്നിനും കൊള്ളരുതാത്തവനാണ്, അവൻ താഴ്മയുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ അധികം അങ്ങനെ പ്രതികരിക്കാത്തവനാണെങ്കിൽ, അവനല്ലെങ്കിൽ മോശമായിട്ട് ആരോടും സംസാരിക്കാത്തവനാണെങ്കിൽ, ആരോടും വഴക്കുണ്ടാക്കാത്തവനാണെങ്കിൽ, അവനെക്കുറിച്ച് പറയും അവനൊന്നിനും കഴിവില്ല, അവനൊന്നിനും സംസാരിക്കാനായിട്ട് ഗുണമില്ലാത്തവനാ എന്നൊക്കെയാണ് ആൾക്കാരുടെ ഭാഷ്യം. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൂല്യം അങ്ങനെയാ. എന്നാൽ വേദപുസ്തകത്തിലെ നേരെ തിരിച്ചാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സമാധാനം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സൗന്ദര്യം, സമാധാനം, സന്തോഷം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു കുറവായിട്ടാണ് ലോകത്തിലുള്ളവർ പരിഗണിക്കുന്നത്. എന്ത് വില കൊടുത്തും ആരുടെയും തല ചവിട്ടി കയറ്റി അല്ലെങ്കിൽ മേളിലെത്താം, അല്ലെങ്കിൽ എന്ത് വഴിയും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലുള്ളവർ ശ്രമിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം ചോദിക്കുക, ദൈവസന്നിധിയിൽ താഴ്മയോട് നടക്കാനല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ എന്താ നിന്നോട് ഞാൻ ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് ഇന്നത്തെ വിഷയം വിധേയമാക്കുവാനായിട്ടിടയാകട്ടെ. ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിയുടെ, നമ്മുടെ മോശയുടെ സംഭവത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ് ഈ സംഭവം. എനിക്കിതിനു മുമ്പ് ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ആ ഭാഗത്ത് നിന്ന് എടുത്തതാണ്. അവിടെ മോശയുടെ പ്രതികരണം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 32-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 10, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. യഹോവ മോശയോട് സംസാരിക്കുന്ന ഒരു രംഗമാണ്. ഈ സാഹചര്യം നമുക്കറിയാം. മോശ വരുവാനായിട്ട് താമസിച്ചപ്പോൾ അവർക്ക് മറ്റൊരു ആളെ അല്ലെങ്കിൽ വ്യക്തിയെ, ദൈവത്തെ അവർക്ക് മുമ്പായി വയ്ക്കണം എന്ന് പറഞ്ഞ് അവര് അഹരോനോട് അപേക്ഷിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ്. അവിടെ യഹോവ മോശയോട് പറയുകയാണ്, ഞാൻ അവരെ നശിപ്പിക്കാനായിട്ട് പോവുക. അവർ ദുശാഠ്യമുള്ള ജനമാ, അവരെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുവാനായിട്ട് പോവുകയാണ്. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. നിന്നെ ഒരു വലിയ ജാതി. എന്തൊരു വലിയ ഓഫറല്ലേ! ലോകത്തിൽ ആരെങ്കിലും, ഫറവോൻ ആരെങ്കിലും വെച്ച് നീട്ടിയ ഓഫറാണോ?
ലോകത്തിലെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്നവർ വച്ച് നീട്ടിയതാണോ? അമ്മായിയപ്പനായിട്ട് വച്ച് നീട്ടിയ ഓഫറാണോ? അല്ലെ, തന്നെ വിളിച്ച് ഈ ദൗത്യത്തിന് ഏൽപ്പിച്ച അതേ ദൈവം അതേ ശക്തിയോടെ അതേ നീതിയോടെ മോശയോട് ചോദിക്കുക, അവന് മുമ്പിൽ ഒരു ഓഫർ വെച്ചു കൊടുക്കുക, അവരെ ഞാൻ നശിപ്പിച്ചിട്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എന്തൊരു വലിയ ഓഫറല്ലേ! നമ്മളായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? നാം ഇറങ്ങി വരുവാൻ, അല്ലെങ്കിൽ മോശ ഇറങ്ങി വരുവാൻ താമസിച്ചത് കാരണം മോശയ്ക്ക് പകരം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞേ. ആ മോശയോട് തന്നെ ദൈവം ചോദിക്കുകയാണ്, ഞാൻ അവരെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാനായിട്ട് പോവാ. ഇസ്രായേൽ മക്കളെ ദൗത്യം ഏൽപ്പിച്ച് വിട്ട ആ ദൈവം തന്നെ മോശയോട് ഓഫർ ചോദിച്ചിരിക്കുക. നമ്മളെന്ത് പറയും? വാ, എന്ത് നല്ല ദൈവഹിതം അല്ലേ! ദൈവം പെർഫെക്റ്റ് വില്ല് എനിക്ക് കാണിച്ചു തന്നിരിക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ, അല്ലേ ആൻഡ്രു? ദൈവം നേരിട്ട് വന്നിട്ട് പറയുവാണ്, ഇതിനെന്ത് കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലേ, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ദൈവം പറയാ, നിന്നെ അനുഗ്രഹം. ഇനിയിപ്പോ എന്താ തെറ്റ്? ദൈവമല്ലേ എന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നേ. ഒരു കൺഫ്യൂഷനും അവിടെ ആവശ്യമില്ല. ആരോടും ചോദിക്കുകയും വേണ്ട, ദൈവത്തോട് പോലും ഒരു പരാതിയും പറയണ്ട, നിന്റെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ എന്ന് പറയല്ലേ. ഞാൻ പറയട്ടെ, ദൈവം ഇതുപോലെ നിന്നെ വലിയ ജാതിയാക്കും, അനുഗ്രഹിക്കും എന്ന് വന്ന് നേരിട്ട് പറയുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ മോശയുടെ മനോഭാവം നോക്കണേ. ആ സിറ്റുവേഷനിൽ പോലും മോശ അവിടെ പറയുന്നത് എന്ത് വേണ്ടിയിട്ടാ? ഈ ജനത്തെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് ദൈവത്തെ അതിൽ നിന്ന് പിൻവാങ്ങുവാനായിട്ട് ഇടയാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മോശ അവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, മോശയുടെ ഹൃദയം എന്ത് വലിയ ഹൃദയമാണ്! അവൻ ഇത്രയും ജനത്തെ, അവന് മുമ്പാകെ എത്ര പ്രാവശ്യം പിറുപിറുത്ത ജനമാണ്, തനിക്കെതിരായിട്ട് സംസാരിച്ച ഒരു ജനമാണ്, തന്നെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു കാളക്കുട്ടിയെ താമസിച്ചപ്പോൾ ഉണ്ടാക്കിയ ജനമാണ്. അവരെ പോലും മാറ്റിയിട്ട് അവരെ നശിപ്പിച്ചിട്ട് നിന്നെ വലിയ ജാതിയാക്കുമെന്ന് ദൈവം തന്നെ അവനോട് പറഞ്ഞിട്ട് ദൈവത്തിന്റെ തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ പിടിച്ചു മാറ്റുന്ന ഒരു ഹൃദയം മോശയ്ക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണോ? ദൈവത്തിന് വേണമെങ്കിൽ മോശയെ വലിയ ജാതിയാക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത് അതേ കാര്യം നിവർത്തിക്കുവാനായിട്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ മോശയുടെ ഹൃദയം എങ്ങനെയായിരുന്നു? മോശ അവർക്ക് വേണ്ടി യാചിക്കുക. പ്രിയമുള്ളവരെ, മറ്റുള്ളവന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗുണത്തോടൊപ്പം മറ്റുള്ളവന്റെ ഗുണം കൂടി അന്വേഷിക്കണമെന്നുള്ള പുതിയ നിയമത്തിലെ തത്വം മോശ ഇംപ്ലിമെന്റ് ചെയ്തത് കാണുവാനായിട്ട് കഴിയും. മോശയ്ക്ക് ഫിലിപ്പിയ ലേഖനം ഒന്നും ദൈവം അവിടെ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ദൈവത്തെ അടുത്തറിഞ്ഞ മോശ പറയുകയാണ്, അവർക്ക് വേണ്ടി യാചിക്കുന്ന ഒരു മോശയെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇതല്ലേ താഴ്മ? ഈ താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ മീശ വെച്ചോ മീശ വെക്കാതെയോ താടി വെച്ചോ താടി വെക്കാതെയോ, ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം. ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവന്റെ ഗുണം കൂടി അന്വേഷിക്കുന്ന മനോഭാവം, മറ്റുള്ളവന് കൂടെ ഗുണം വരണം, അവന് നാശം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം, ഇതല്ലേ മോശയുടെ ആഗ്രഹം. അവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ആ 10-ാം വാക്യത്തിൽ ദൈവം പറയുന്നത് എന്താ? അവരെ ദഹിപ്പിക്കേണ്ടതിന്, എൻ്റെ ബൈബിളിൽ മാത്രമുള്ള, ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ആരാ പിടിച്ചു വച്ചിരിക്കുന്നേ? മോശയുടെ സൗമ്യത ദൈവത്തെ, അല്ലെങ്കിൽ മോശയുടെ പ്രാർത്ഥന ദൈവത്തെ പിടിച്ചു വച്ചിരിക്കുക. നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സർവശക്തനായ ദൈവത്തെ പിടിച്ചു വയ്ക്കുവാനായിട്ട് കെൽപ്പുള്ള ഒരു സ്വഭാവം മോശയ്ക്കുണ്ടായിരുന്നു. എന്നെ വിടുക, നീ എന്നെ പിടിച്ചു വച്ചിരിക്കുക, എന്നെ വിടുക എന്ന് പറയുക. എന്തൊരു സ്വഭാവത്തിന്റെ ഉടമയാ മോശയല്ലേ! അതുകൊണ്ടായിരിക്കും ഭൂലോകത്തിൽ മുഴുവൻ സൗമ്യത ഉള്ളവൻ എന്നുള്ള സാക്ഷ്യമൊക്കെ ലഭിച്ചവനായി മാറിയത്. ദൈവത്തെ പോലും പിടിച്ചു വയ്ക്കുവാൻ സാധിക്കുന്ന സൗമ്യത. Its strength is immense. നമ്മൾ വിചാരിക്കും സൗമ്യത എന്ന് പറയുന്നത് ഒരു ശക്തിയില്ലാത്തവനാ, ദൗർബല്യമുള്ളവന്റെ ക്വാളിറ്റിയാണത്, അതൊരു വീക്ക്നെസ് ആണെന്നാ പറഞ്ഞു പരത്തുവാൻ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ശക്തി വളരെ വലുതാ.
വളരെ വലുതാണ് പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാനായിട്ട്, താഴ്മയുള്ള സ്വഭാവത്തിന് ഉടമകളായി തീരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കാൻ പറ്റുക? എന്ത് കണ്ടിട്ടാ പ്രൈഡ് ഉണ്ടാവാനായിട്ട് കെൽപ്പുള്ളത്? ഈ ദിവസങ്ങളൊക്കെ ട്രെൻഡ് നമുക്കറിയാം. ഒരു യുവാക്കന്മാരായിട്ടുള്ളവർ, ആരോഗ്യവാന്മാരായിട്ടുള്ളവർ എത്രയോ പേര് ഓരോ നിമിഷങ്ങളിൽ ഹാർട്ട് അറ്റാക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചു പോവുകയാണല്ലേ. ഒരു ലക്ഷണങ്ങൾ പോലും തരാതെ മരിച്ചു പോവുക. നമ്മളൊക്കെ ഇന്നൊക്കെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാ, എന്ത് ഗുണമുണ്ടായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്? പ്രിയമുള്ളവരെ, അഹങ്കരിക്കുവാൻ യാതൊരു സ്കോപ്പും ഇല്ല. മോശ ചെയ്തത് എന്താ? മറ്റുള്ളവന്റെ ഗുണം അന്വേഷിച്ച, തൻ്റെ ഗുണത്തെക്കാൾ ഉപരിയായിട്ട്, തൻ്റെ കുടുംബത്തിൻ്റെ ഗുണത്തെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവന്റെ ഗുണം അന്വേഷിച്ച മോശയുടെ സൗമ്യത നമുക്ക് കാണുവാനായിട്ട്. തെറ്റ് കണ്ടാൽ പറയാതിരിക്കണമെന്നുള്ളതല്ല ഞാനത് പറയുന്നത്. പക്ഷെ മോശ ദൈവത്തോട് കേണുകിടന്ന് അവർക്ക് വേണ്ടി കരയുന്ന മോശയെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആർ വി ലാഫിങ് അറ്റ് ദ മിസ്റ്റേക്സ് ഓഫ് അതേഴ്സ്? നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളിൽ ചിരിക്കുന്നവരായി മാറാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളിൽ സന്തോഷിക്കുന്നവരായി മാറുന്നുണ്ടോ? അവർക്ക് വേണ്ടിയിട്ട് കരയുവാൻ, അവർക്ക് വേണ്ടി ദൈവസന്നിധി, ദൈവത്തെ പിടിച്ചു വയ്ക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ദൈവം ചോദിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്നേ പ്രിയമുള്ളവരെ. വലിയ കാര്യങ്ങളൊന്നും ദൈവം ചോദിക്കുന്നില്ല. ദൈവത്തെ പിടിച്ചു വയ്ക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. പല പുസ്തകങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ പറയുന്നത് ദൈവം കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, അവൻ്റെ ഭസ്മമായി പോകുന്നൊക്കെയാണ്. നമ്മുടെ ദൈവം എന്ത് നല്ല ദൈവമാണ്. നമ്മൾക്ക് തന്നെ ദൈവത്തിന്റെ കരങ്ങൾ പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്നേ. ദൈവം അവരെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്നേ. കരയാനായിട്ട്, ആ സൗമ്യതയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ താണുകിടക്കുവാൻ, വീണ് കിടക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഇറ്റ് ഹാസ് എ സ്ട്രെങ്ത്. ആ സൗമ്യതയ്ക്കൊരു ശക്തിയുണ്ട്. ആ ശക്തി നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കും. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവുള്ള നമ്മൾ ഓരോരുത്തരുടെയും അവൻ കൃപ നൽകും. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈ രീതിയിൽ നമ്മൾ കാണുന്നുണ്ടോ? കുടുംബ ജീവിതങ്ങളിൽ ഞാൻ അങ്ങനെ തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ബ്രദറൻ പശ്ചാത്തലമാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നവരാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നുണ്ടോ? ഭാര്യ ഭർത്താവിന്റെ ഗുണം കൂടെ അന്വേഷിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയുടെ ഗുണം കൂടി അന്വേഷിക്കുന്ന മനോഭാവം ഉണ്ടാകുന്നുണ്ടോ? അതോ എൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? മക്കൾ അപ്പനമ്മയുടെ ഇഷ്ടം കൂടി അവർക്ക് കൂടി കൈകാര്യം ചെയ്യുവാൻ, ഒരു പക്ഷേ അവർക്ക് ഈ രീതിയിലുള്ള ഗാഡ്ജറ്റ്സോ ടെക്നോളജീസോ ഒന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷേ അവരെ കൂടെ ഒന്ന് പരിഗണിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ ഗുണം കൂടി, അവരുടെ സന്തോഷം കൂടെ നോക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അനേക കുടുംബങ്ങൾ ഇന്ന് തകരുവാനായിട്ടുള്ള കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾ വീഴാം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കുവാനായിട്ടിടയായി. ഭർത്താവ് വീട്ടിലേക്ക് വന്നപ്പോൾ സമോസ മേടിച്ചുകൊണ്ട് വന്നില്ല, മറന്നുപോയി ഭർത്താവ് മേടിക്കാൻ. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ തല്ലായി, എത്രയോ പേര് പരിക്കായിട്ട് ആശുപത്രിയില്ല. എന്താണ് റീസൺ? പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കാൻ കുടുംബത്തിൽ ദൈവം നമുക്ക് കൽപ്പന നൽകിയിട്ടുണ്ട്. ഭാര്യയുടെ ഗുണം അന്വേഷിക്കുവാൻ ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയ്ക്ക് തിരിച്ചും ഭർത്താവിന്റെ ഗുണം അന്വേഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മക്കൾക്ക് അപ്പനമ്മമാരുടെ ഗുണം കൂടെ അന്വേഷിക്കണം. അത് ദൈവം ഏറ്റവും യോഗ്യമായി കാണുന്ന ഒരു കാര്യമാണ്. അതില്ലാത്ത പക്ഷം കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടകളിൽ ഏറ്റവും കൂടുതൽ സാത്താൻ ആക്രമിക്കുന്ന ഒരു മേഖലയാ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. നമ്മളാരും തകർന്നു പോകാതിരിക്കാൻ, പ്രിയമുള്ളവരെ, മറ്റുള്ളവന്റെ ഗുണം, എൻ്റെ ഭർത്താവിന്റെ ഗുണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഗുണം കൂടി ഞാൻ അന്വേഷിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അതല്ലേ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവൻ നമ്മുടെ ഗുണം അന്വേഷിച്ചിട്ടല്ലേ അവൻ വന്ന് ക്രൂശിൽ മരിച്ചത്. ഞായറാഴ്ച അത് ചിന്തിച്ച് പ്രവർത്തിച്ച് അതിനുവേണ്ടി സുവിശേഷ യോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. സ്വന്തം വീട്ടിൽ നമ്മൾ എത്രത്തോളം പരിഗണന നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഭർത്താവിന് ഏത് രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നുണ്ട്?
പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യയും ഭർത്താവിനെയും അവരുടെ ഗുണം കൂടി, ദേ ആർ ഇൻഡിവിജ്വൽസ്, അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ദൈവം അവരെ ഇമേജ്, തൻ്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചവരാ. അവരെ പരിഗണിക്കണം. അതാ താഴ്മ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരിക. താഴ്മയുടെ ശക്തി ഞാൻ പറഞ്ഞു, ദൈവത്തെ പിടിച്ചു വയ്ക്കുവാനായിട്ട് കഴിയുന്ന ശക്തിയാ താഴ്മയുടെ. രണ്ടാമത് യോനാഥാന്റെ ഒരു സംഭവം നമുക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം, 1 സാമുവേൽ ചാപ്റ്റർ 23, 23-ാം അധ്യായം, അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ധൈര്യപ്പെടുത്തി, അവനോട് ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമാകും, അതെൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. 18-ാം വാക്യം, വേഴ്സ് 18. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്ത് ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇത് നമുക്കറിയുന്ന ഒരു ഭാഗമാണ്. പലപ്പോഴും നാം വായിച്ചിട്ടുള്ള ഭാഗമാണ്. ഈ ചരിത്രവും ബൈബിൾ ക്ലാസ്സും ഒക്കെ എനിക്ക് തോന്നുന്നു സത്യനിഷ്ഠനാണെന്ന് തോന്നുന്നു. ഈ ശൗലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ എടുത്തിട്ടുള്ളതാണ്. യോനാഥാനെ വളരെ വലിയൊരു ഫിഗറായിട്ടൊന്നും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൻ്റെ പിതാവിനോട് ചേർന്ന് വേണമെങ്കിൽ ദാവീദിനെ കൊല്ലുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടക്കാനൊന്നും പോണില്ല. എന്നാലും ശ്രമങ്ങൾ യോനാഥാനും ചെയ്യാമായിരുന്നു. തനിക്ക് കിട്ടേണ്ട സ്ഥാനമാണ് ശൗല് കഴിഞ്ഞാൽ അടുത്ത് തനിക്ക് കിട്ടേണ്ട സ്ഥാനമാണ്. തനിക്ക് വേണമെങ്കിൽ അത് പിടിച്ചടക്കുവാനായിട്ട് ശ്രമിക്കാമായിരുന്നു. എന്നാൽ യോനാഥാൻ വന്നിട്ട് എന്താ ചെയ്യുന്നേ? ആ വലിയ പ്രശ്നത്തിൽ ഹൃദയവേദനയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദാവീദിനടുത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നേ? ദാവീദിനെ ധൈര്യപ്പെടുത്തുന്ന യോനാഥാനെ നാം കാണുന്നേ. നീ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കാനാ പറയുന്നേ. തൻ്റെ ശത്രുവാകാൻ സാധ്യതയുള്ള തൻ്റെ പിതാവിൻ്റെ ശത്രുവിനെ ധൈര്യപ്പെടുത്തുന്ന, ദൈവസന്നിധി ദൈവ അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ദാവീദ് എന്നറിഞ്ഞ് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് യോനാഥാൻ ആ ദാവീദിനെ തണുപ്പിക്കുന്ന, അവനെ സമാധാനിപ്പിക്കുന്ന ഒരു യോനാഥാനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ എണ്ണുക എന്നുള്ളത് പുതിയ നിയമത്തിലെ വലിയൊരു തത്വമാണ്. താഴ്മയുടെ മറ്റൊരു ലക്ഷണമാണ് അവിടെ പറയുന്നത്. മറ്റുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം. വി ഹാവ് ടു സെർവ് ഈച്ച് അതർ. നമ്മൾ മറ്റുള്ളവരെ സേവിക്കണം, അല്ലേ? യോനാഥാൻ ഇതിന്റെ അല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ പോയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ദാവീദിനെ ധൈര്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലേ. യോനാഥാൻ എന്താ ചെയ്തേ? തന്നെക്കാൾ ദാവീദിനെ ശ്രേഷ്ഠനായിട്ട് എണ്ണുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ, അത് വ്യക്തി ജീവിതങ്ങളിലായിക്കോട്ടെ കുടുംബങ്ങളിലായിക്കോട്ടെ, വളരെ ലഘുവായ ലളിതമായ കാര്യമാണ് ദൈവാത്മാവ് ഇന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത, ഈ ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ, എനിക്ക് തന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി. നമ്മൾ ആരെക്കാളെങ്കിലും ബെറ്റർ ആണോ? നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ, അത് ആരോ ആയിക്കോട്ടെ, അവരോട് ഷേക്കാൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമല്ലേ നമ്മള്. അപ്പൊ അവരൊരു പ്രൊഫഷനോ അവരെന്താ ചെയ്യുന്നതെന്ന് പറയും. അതൊരു സമൂഹത്തിൽ നിലവാരമുള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ ആ കാര്യമാണെങ്കിൽ നമ്മളൊരു മാർക്ക് ഇടും, അല്ലേ, മനസ്സിൽ തന്നെ. ഇവരിത്രത്തോളം അപ്പൊ അതനുസരിച്ച് ആ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കും. അതേസമയം കുറച്ച് താഴ്ന്ന ജോലി സമൂഹത്തിൽ, ഞാൻ പറയുന്നത് ദൈവസന്നിധിയിലല്ല, സമൂഹത്തിൽ താഴ്ന്ന ജോലി എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എവിടെ മാർക്കിടും? കുറച്ച് താഴോട്ട് മാർക്കിടും, അല്ലേ? നമ്മൾ കുറച്ച് മേലെയാ. പ്രിയമുള്ളവരറിയാതെ പോലും നമ്മൾ ഈ മാർക്കിടൽ നടത്തുന്നില്ലേ? അത് കൂട്ടു സഹോദരനായിരിക്കാം, ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളായിരിക്കാം, എവിടെ വേണോ ആയിക്കോട്ടെ. മറ്റുള്ളവരെ, കൂട്ടു സഹോദരനെ, കൂട്ടു സഹോദരിയെ
തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഐ ആം ഇൻഫീരിയർ എന്നുള്ള ക്യാരക്ടറല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നുള്ള ക്യാരക്ടറല്ല. എന്നാൽ നമ്മേക്കാൾ മെച്ചമാണ് അവര്. ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് തോന്നി. നമ്മളെക്കാൾ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കാൾ മുകളിലാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠയായിട്ടുള്ളവളാണ് എൻ്റെ ഭാര്യ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഭാര്യമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്നേക്കാൾ ആത്മീയ നിലവാരമുള്ള വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? കൂട്ടു സഹോദരനോട് അവൻ എന്നേക്കാൾ നല്ലവനാണ്, അവൻ എന്നേക്കാൾ മെച്ചമായവനാണ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റാത്തതിന് കാരണം എന്തെന്നറിയോ? നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രമേ നോക്കുള്ളൂ. അവരെ കുറവുകൾ മാത്രമേ നമ്മുടെ ദൃഷ്ടിയിൽ വരുന്നുള്ളൂ. ആത്മീയമായി നീ അത്രയും പക്വതയൊന്നും ഉള്ളവനല്ല. ഞാൻ പ്രസംഗിക്കുന്നവനാ അല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ അല്ലേ, ഞാൻ ബൈബിൾ വായിക്കുന്നവനാ, ഞാൻ ഇത്ര വർഷം പാരമ്പര്യമുള്ളവനല്ലേ. പ്രിയമുള്ളവരെ, ദൈവം അന്വേഷിക്കുന്നത് നിന്നേക്കാൾ മറ്റൊരാളെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം. വി ഹാവ് ടു സെർവ് ഈച്ച് അതർ. ഭർത്താവ് ഭാര്യയെ സെർവ് ചെയ്യണമെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന കൽപ്പനയുണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന കൽപ്പനയുണ്ട്. മ്യൂച്വലി അത് ചേർന്നു പോകേണ്ട ഒരു കാര്യമാണ്. അടിമയാക്കാനോ അല്ലെങ്കിൽ തർക്കുത്തരം പറഞ്ഞ് അവനെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് ഒരു കൽപ്പനയല്ല. ഇന്നത്തെ പല കുടുംബങ്ങളിലും പ്രശ്നം എന്ന് പറയുന്നത്, ലോകത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, അവർ ചെയ്യുന്നത് എന്താ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ അടിമയാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് മനംനൊന്ത് ആത്മഹത്യയിലേക്ക് പോകുന്നു. ഭാര്യ എന്ത് ചെയ്യുന്നു? എനിക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തർക്കുത്തരം പറഞ്ഞ്, എനിക്ക് എൻ്റെ വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, എന്നെ ആരുടെയും സഹായത്താൽ എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇറങ്ങിപ്പോകുന്നു, ഡിവോഴ്സിലേക്ക് പോകുന്നു. ഇതല്ലേ ഈ ലോകത്ത് നടക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ എന്ത് വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? വി ഹാവ് ടു സെർവ് വൺ അനദർ. ദേ ആർ നോട്ട് അവർ സ്ലേവ്സ്. അവരടിമകളല്ല. അവരെ മേൽ അധികാരം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞിട്ടില്ല. അവരെ സ്നേഹിച്ചുകൊണ്ട് കീഴടക്കണം. സ്നേഹിക്കണം. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അവരുടെ കുറവുകളെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കണം. തിരിച്ചു ഭർത്താവിനെ ബഹുമാനത്തോടു കൂടി സ്നേഹിക്കണം. ഇത് ചെയ്യുമ്പോഴാ ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നത്. ലോകത്തിലെ ഒരു തിയറിക്കും വിദ്യാഭ്യാസത്തിനും ഇതൊന്നും കാര്യമല്ല. ഈ ഡിവോഴ്സും ആത്മഹത്യ നടക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ഇടയിലാണോ? അല്ല. അല്ലെങ്കിൽ ഇമ്മോറലായിട്ട് നടക്കുന്നവരുടെ ഇടയിൽ നിങ്ങളൊന്ന് നോക്കി അവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടാണോ? അല്ല, ദൈവവചനത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഭാര്യമാര് നമ്മുടെ സ്ലേവ്സ് അല്ല. ഭാര്യമാരോട് ഞാൻ പറയട്ടെ, അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ബഹുമാനിക്കണം. അവരുടെ കുറവുകളെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ തിരുമല സഭയിൽ ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ഒരുപാട് പേരില്ല എങ്കിലും ഞാൻ പറയാം. എത്ര പേര് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര സമയം ദൈവസന്നിധിയിൽ സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ദൈവം സാത്താൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്. രണ്ടുപേരും ദൈവം ചേർത്ത രണ്ടുപേര് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നേ. മാറിയിരുന്ന് പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം നമുക്കുണ്ടാവും. ഒരുപക്ഷെ എല്ലാവരിലും അതിലുണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. ആ ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഭർത്താവിൻ്റെ കുറവുകൾ ഭാര്യയ്ക്ക് പറയാം, ഭാര്യയുടെ കുറവുകൾ ഭർത്താവിന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം ഉണ്ടാവണം. അപ്പോഴാണ് പ്രശ്നങ്ങൾ മാറുന്നത്. അപ്പോഴാണ് ഇതൊന്ന് തണുക്കുവാനായിട്ട് ഇടയാകുന്നത്. മറ്റുള്ളവരെ ശ്രേഷ്ഠനായിട്ട് എണ്ണുമ്പോഴാ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു സമാധാനം ഇല്ലേ? അവർ തമ്മിൽ ഉടമ്പടി ചെയ്തിട്ട് പോയി എന്നാ പറയണേ. എന്നിട്ട് കാട്ടിൽ വെച്ചാ നടക്കുന്നത് അല്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തിട്ട് പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധി, ദൈവം അവിടെ പ്രസന്റ് ആയിരുന്നു എന്നേ. സമാധാനം നൽകുന്നൊരു സ്വഭാവ താഴ്മ.
സ്ട്രെങ്ത് മാത്രമല്ല, അത് ബലം, ദൈവത്തെ പിടിച്ചു വയ്ക്കാൻ ബലമുള്ളതാണെങ്കിലും അത് സമാധാനത്തിന്റെ സ്വഭാവമാണ്. സൗമ്യത അത് സ്നേഹത്തിന്റെ സ്വഭാവമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്യാനുള്ള മനസ്സുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനായിട്ടുള്ള മനസ്സുണ്ടോ? ഒരു പക്ഷേ എന്നേക്കാൾ അനവധി വർഷങ്ങളായി വിവാഹം കഴിഞ്ഞവരായിരിക്കാം എന്നെ ഈ കേൾക്കുന്നവർ. എനിക്ക് അത്രയും പക്വതയൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷെ ദൈവവചനത്തിൽ പറയുന്നത് നമ്മൾ അന്യോന്യം സേവിക്കണമെന്നാണ്. ആ ആദാം ഹവ്വയെ സൃഷ്ടിച്ചത് ആദാം അല്ലെങ്കിൽ ഹവ്വ അടുക്കളപ്പണി ചെയ്യാനോ അങ്ങനെ ആയിട്ടാണോ? അങ്ങനെയുണ്ടോ? ഇല്ല. അവരൊരുമിച്ചാണ് അവർ സഞ്ചരിക്കേണ്ടത്. അവരുടെ ഉറവുകൾ അവരൊരുമിച്ച് സംസാരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ വളരെ ഭാരത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മുടെ സ്വഭാവജീവിതത്തിലായാലും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കി നോക്കിയേ. ഞാൻ കണക്കാക്കിയാലോ എത്രയോ മെച്ചമായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരെ പരിഗണിക്കുന്നത്. സൗമ്യത ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവം ആർക്കുള്ളതാ? സാത്താനുള്ളതാ. അഹങ്കാരം കയറി ദൈവത്തിന്റെ മുകളിൽ അവൻ വയ്ക്കും. എല്ലാത്തിനും മുകളിലാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവനെ വെട്ടി താഴെ ഇടുക ചെയ്ത്. പ്രിയമുള്ളവരെ, നമുക്ക് ആരെയും മുകളിൽ കയറണ്ട, ആരുടെയും മേലെ കയറണ്ട. കുടുംബത്തിലായാലും അന്യോന്യം സേവിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അതിന് 50 വർഷമായ ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2 വർഷമോ 1 വർഷമോ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. എൻ്റെ കുടുംബജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും എവിടെയാണ് ഫെയിലുവർ എന്ന് നോക്കുമ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു മേഖലയായിരിക്കും എപ്പോഴും ഫെയിലാകുന്നത്. ഞങ്ങൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് തമ്മിൽ. എവിടെയെങ്കിലും പരാജയം വന്നു തുടങ്ങുന്നെങ്കിൽ അത് ഫോൾട്ട് എവിടെ നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ ആയിരിക്കും. പ്രിയമുള്ളവരെ, കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ബൈബിൾ വായിക്കണം. സഭയിൽ മറ്റുള്ള സഹോദരനെ സഹോദരിയെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് നാം കണക്കാക്കണം. ആരും കുറഞ്ഞവരല്ലെന്നേ. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ ഒരേ രക്തത്താൽ വീണ്ടെടുത്തവരാ. ഏത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, ഏത് കാസ്റ്റിലുള്ളവരായിക്കോട്ടെ, സമൂഹത്തിൽ ഏത് തട്ടിലുള്ളവരായിക്കോട്ടെ, എല്ലാവരെയും നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനായിട്ടൊന്ന് പഠിച്ചാലോ, എന്ന് പരിഗണിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാലോ, അതിന്റെ ശക്തി മറ്റൊന്നാണ്. മൂന്നാമത് ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർക്കുവാനായിട്ട് ആഗ്രഹം. നമുക്കറിയുന്ന കാര്യമാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 27 to 30 ആണ് അതിന്റെ ഭാഗത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അവിടെ എന്താണ് കാണുന്നത്? 30 വേഴ്സ് 30 നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവനോ വളരണം, ഞാനോ കുറയണം. ആ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ 27 തൊട്ട് വായിച്ചു നോക്കണം. യോഹന്നാന്റെ സ്നാപകന്റെ ശിഷ്യന്മാർ വന്നിട്ട് പറയുക, നീ സാക്ഷ്യം പറഞ്ഞോ, അപ്പുറത്ത് നിന്ന് സ്നാനപ്പെടുത്തുക, എല്ലാവരും അവന്റെ പുറകെ പോവുക. അത് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകന്റെ റെസ്പോൺസ് ആണ് പിന്നെ വരുന്നത്. അവൻ പറയും, എന്റെ സന്തോഷം പൂർണ്ണമായി എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. എന്നിട്ട് പറയുന്ന വാക്കാണ് വേഴ്സ് 30 നമ്മളെല്ലാവരും പറയുന്നത്. രോമാഞ്ചം കൊള്ളുന്ന വാക്യം അതല്ലേ? അവൻ വളരണം, ഞാനോ കുറയണം. മസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. മസ്റ്റ് ഇൻക്രീസ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകന്റെ അവന്റെ മിഷൻ അവന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയപ്പോൾ അവന്റെ താഴ്മയിൽ നിന്നുകൊണ്ട് അവൻ പറയുക, ക്രിസ്തു വളരണം, ഞാനോ കുറയണം. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത് അല്ലേ? മറ്റുള്ളവന്റെ ഗുണം കൂടി അന്വേഷിക്കണം. രണ്ടാമത് പറഞ്ഞ് മറ്റുള്ളവന് നമ്മേക്കാൾ ശ്രേഷ്ഠത നേടണം. മൂന്നാമത് ക്രൈസ്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നവരായിട്ട് മാറണം. നമ്മുടെ മിഷനിൽ, നമ്മുടെ ജോലി, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നവരായി മാറണം. അതാ താഴ്വ. രണ്ടും ഒരുമിച്ച് പോകണം. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും കർത്താവിനെയും പ്രൊജക്റ്റ് ചെയ്യുന്നവരായി മാറണം. അവിടെ നാം കാണുന്നുണ്ട് ആ താഴ്മയുടെ സ്വഭാവമുള്ള യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, എന്റെ സന്തോഷം പൂർണ്ണമായി എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ അടുത്ത് യോഹന്നാൻ സ്നാപകൻ വളരെ ഒരു ഫിഗറായിട്ട്, അല്ലെങ്കിൽ ഫേമസ് ഫിഗറായിട്ട് എല്ലാവരും സ്ഥാനപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ യോഹന്നാൻ സ്നാപകൻ പറയാ, എന്റെ സന്തോഷം പൂർണ്ണമായി. പ്രിയമുള്ളവരെ,
ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. രക്ഷിക്കപ്പെട്ടിട്ട് അനേക വർഷങ്ങളായിട്ടുണ്ടോ? ക്രിസ്തു വളർന്നിട്ടുണ്ടോ? നമ്മൾ കുറയുവാനായിട്ട്, എൻ്റെ സെൽഫ് കുറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ? കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുമോ? തൻ്റെ മിഷനെ കുറിച്ച് വളരെ ക്ലിയർ പിക്ചറാണ് താനിങ്ങനെ പതിയെ മാറിക്കൊടുക്കുക. അതൊന്ന് നിങ്ങളൊരു മൂവി പോലെ ഒന്ന് ചിത്രീകരിച്ച് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ മുമ്പിലേ വരുന്നു. അഷറിങ് ഇല്ലേ, അഷറിങ്, ഈ വിവാഹ സമയത്ത് അഷറിങ് ഉണ്ട്, അഷറിങ് ടീം. അതുപോലെ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വന്നിട്ട് മുമ്പിൽ നിന്ന് മാറിക്കൊടുക്കുക. മുമ്പിലോട്ട് വരുന്നത് ആരാ? കർത്താവായ യേശു ക്രിസ്തു. എന്ത് നല്ലൊരു പിക്ചറല്ലേ പ്രിയമുള്ളവരെ. ആ സൗമ്യത, അത് സന്തോഷം നൽകുന്ന സൗമ്യതയാ, പൂർണ്ണ സന്തോഷം നൽകുന്ന സൗമ്യതയാ. അത് ദുഃഖം തരുന്നതല്ലെന്നേ, അത് നിരാശ നൽകുന്ന സൗമ്യത അല്ലെന്നേ. ആദ്യം നമ്മൾ പറഞ്ഞത് ബലം നൽകുന്ന, ദൈവത്തെ പോലും പിടിച്ചു വയ്ക്കുവാൻ ബലം നൽകുന്ന സൗമ്യതയാണെങ്കിൽ, രണ്ടാമത് സൗമ്യത നൽകുന്ന യോനാഥാന്റെ സൗമ്യതയാണെങ്കിൽ, മൂന്നാമത് നാം യോഹന്നാൻ സ്നാപകനിൽ കാണുന്നത് എന്താ? സന്തോഷം പൂർണ്ണമാക്കുന്ന സൗമ്യത. ഇതെത്ര വേണോ പ്രസംഗിക്കാം, എത്ര തീസീസ് വേണോ എഴുതാം, നോ യൂസ് അറ്റ് ഓൾ. ഞാനിത് പ്രായോഗികമാക്കിയില്ലെങ്കിൽ എനിക്ക് യാതൊരു ഉപയോഗമില്ല. കേൾക്കുന്ന നിങ്ങൾക്കും ഇത് കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. പക്ഷെ അത് പ്രാക്ടിക്കലാക്കിയാലേ കാര്യമുള്ളൂ. ഇതിൻ്റെ എല്ലാ എസൻസ് എവിടെ കൊണ്ട് ചേർക്കുമെന്നറിയോ ദൈവാത്മാവ്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5 ഓൺവേർഡ്സ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അതിൻ്റെ വേഴ്സ് 3 ഓൺവേർഡ്സ് അത് ഞാൻ വായിക്കുകയാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ, സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി അന്വേഷിക്കുക, അല്ലേ? മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണുക. അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് പൗലോസ് അവിടെ താഴോട്ട് വരിക, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും. ആ ഭാവം എന്താണെന്നാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. ആരാധനയ്ക്കാണ് ഇത് പലപ്പോഴും വായിക്കുന്ന കർത്താവ് താഴ്ന്ന അവസ്ഥയെക്കുറിച്ചാണ്. പക്ഷെ അതിന്റെ പ്രൈമറി പർപ്പസ്, ആ പാസേജിന്റെ പ്രൈമറി പർപ്പസ് വർഷിപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പ്രൈമറി പർപ്പസ് എന്താ? നമുക്ക് ആ ഭാവം വരണമെന്നുള്ളതാ. അവൻ ദാസരൂപം എടുത്തു എന്നുള്ള ആ ഒരു നേച്ചറില്ലേ, ആ സാക്രിഫിഷ്യൽ മൈൻഡില്ലേ, ആ സെർവിങ് മൈൻഡില്ലേ, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തേക്ക് ഞാൻ പിന്നെയും വരാനാണ്. മീഖയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ അവിടെ എന്താ നാം കാണുന്നത്? നാം വായിച്ച ഭാഗം തന്നെയാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. ഞാനിവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വളരെ പാവമുള്ള ദൈവമാണ്. അവൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ ചുമടെടുത്ത് വെച്ചിട്ട് നീ ഇത്ര കിലോമീറ്റർ നടന്നോന്നല്ല പറഞ്ഞേ. ഇത് ചെയ്ത് കാണിച്ച അനേകർ നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മോശയുണ്ട്, യോനാഥാനുണ്ട്, യോഹന്നാൻ സ്നാപകനുണ്ട്, ദാവീദുണ്ട്, അബ്രഹാമുണ്ട്. എത്ര പേരാ! ഇതാർക്കും പറ്റാത്ത കാര്യമൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇഫ് യു ആർ നോട്ട് എ ഗുഡ് ഹസ്ബൻഡ്, യു കനോട്ട് ബി സ്പിരിച്വൽ. നീ നല്ലൊരു ഭർത്താവല്ലെങ്കിൽ നിനക്ക് ആത്മീയനായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇഫ് യു ആർ നോട്ട് എ ഗുഡ് വൈഫ്, യു കനോട്ട് ബി സ്പിരിച്വൽ. നീ നല്ലൊരു ഭാര്യയല്ലെങ്കിൽ നിനക്ക് ആത്മീയ ആയിരിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇഫ് യു ആർ നോട്ട് എ ഗുഡ് ചൈൽഡ്, യു കനോട്ട് ബി സ്പിരിച്വൽ. നിനക്ക് ആത്മീയനായിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എപ്പോൾ? നീ നല്ലൊരു മകനല്ലെങ്കിൽ, മകളല്ലെങ്കിൽ.
ദൈവം ഇത് സ്ഥാപിച്ചിരിക്കുന്ന കാര്യമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും മേഘപടലങ്ങളോ വലിയ ആ സ്വർഗീയമായ നമ്മുടെ ഭൗതികമല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് അലങ്കരിച്ച് നിർത്താനുള്ള കാര്യമൊന്നുമല്ല. ആത്മാവിൽ ആത്മാർത്ഥമായി നമുക്ക് തന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ, സഭാബന്ധങ്ങളിൽ വിശ്വസ്തത കാണിക്കുവാൻ. കുടുംബത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവൻ ആത്മീയനായിരിക്കുവാനായിട്ട് കഴിയില്ല. കുടുംബത്തിൽ അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യയ്ക്ക് ആത്മീയനായിരിക്കുവാനായിട്ട് കഴിയില്ല. മാതാക്കളോടും നേരെ പെരുമാറാനായിട്ട് കഴിയാത്ത മക്കൾക്ക് ആത്മീയരായിരിക്കുവാനായിട്ട് കഴിയില്ല. അവരെന്ത് തന്നെ ചെയ്താലും, എത്ര പ്രസംഗം നടത്തിയാലും, എത്ര മിനിസ്ട്രി ചെയ്തു എന്നായാലും അതൊന്നും ദൈവം എന്താ ചോദിക്കുന്നേ? നീ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, എൻ്റെ സന്നിധിയിൽ നീ താഴ്മയോടൊന്ന് നടക്ക്. ബന്ധങ്ങളിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ, മറ്റുള്ളവരെ ഗുണം കൂടി അന്വേഷിക്കുവാൻ, ദൈവത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന സൗമ്യതയുടെ ശക്തി നമ്മിലുണ്ടാകുവാൻ ദൈവാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.